കണ്ണൂർ പഴയങ്ങാടി താവം മേൽപ്പാലത്തിലെ ഇളകിയ കോൺക്രീറ്റ് കമ്പികൾ മുറിച്ചുമാറ്റി. കമ്പികൾ തുളച്ചുകയറി ടയർ പൊട്ടി അപകടങ്ങൾ പതിവായ പശ്ചാത്തലത്തിലായിരുന്നു നടപടി. കമ്പികൾ മുറിച്ചുമാറ്റിയത് പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമാകുമോ എന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂയോർക്കിനെ വരെ അതിശയിപ്പിക്കും വിധം നമ്മുടെ നാട്ടിലെ റോഡുകളുടെ നിലവാരം ഉയർന്നു എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ന്യൂയോർക്കിൽ പാലം പണിയുമ്പോൾ കമ്പികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ സ്ഥിതി നേരെ മറിച്ചാണ്. മേൽപ്പാലത്തിൽ ടാറും മെറ്റലും ഇളകി കുഴി രൂപപ്പെട്ട ഭാഗത്താണ് കോൺക്രീറ്റ് കമ്പികൾ പുറത്തു കണ്ടു തുടങ്ങിയത്. വലിയ ഭാരമുള്ള വാഹനങ്ങളടക്കം പോകുന്നതിനാൽ അപകടവും പതിവായി. കഴിഞ്ഞ ദിവസം കമ്പി തുളച്ചു കയറി കാറിന്റെ ടയറും പൊട്ടി. താൽക്കാലിക പരിഹാര മാർഗം എന്നോണമാണ് കരാറുകാർ കോൺക്രീറ്റ് കമ്പികൾ മുറിച്ചു മാറ്റിയത്. എലിയെ പേടി ചില്ലൻ ചുടുക എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. താവം മേൽപ്പാലത്തിലെ ഈ ഭാഗത്താണ് കോൺക്രീറ്റ് കഷ്ണങ്ങൾ പൊട്ടി കമ്പികൾ പുറത്തേക്ക് തള്ളിയിരുന്നത്. അവിടെ ആ കമ്പികളൊക്കെ തന്നെ മുറിച്ചു മാറ്റി ഇപ്പോൾ ഇവിടെ കല്ലുകൾ വെച്ച് കുഴി അടച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയ മേൽപ്പാലത്തിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയതിൽ നാട്ടുകാർക്കും ആശങ്കയുണ്ട്. വളരെ ഇതായിട്ടല്ലേ പോന്നിപ്പോ 3 ലെയറായിട്ടുണ്ടാവില്ലേ കമ്പി. ഇപ്പോൾ ലേണിംഗ് മറ്റേ ഇതൊന്നും ആവശ്യമില്ല, ട്രെയിനിങ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. 8 വരക്കാനല്ലോ സുഖമായിട്ട് വരക്കാം. പാപ്പിനിശ്ശേരി താവം എന്നീ 2 മേൽപ്പാലങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. സെപ്റ്റംബർ മാസം സ്ഥലം MLA-മാരുമായി ചർച്ച നടത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയം 2 MLA-മാർ ശ്രീ സുമേഷും ശ്രീ വിജിനും ശ്രദ്ധപ്പെടുത്തിയ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ, ഒരു സംയുക്തമായ ഒരു പരിശോധന നടത്താൻ MLA-മാരുടെ സാന്നിധ്യത്തിൽ 20-ാം തീയതി തന്നെ ഉത്തരവാദിത്തപ്പെട്ട KSTPയുടെ PD ഡിസൈൻ്റെ ഹെഡായിട്ടുള്ളവർ എല്ലാവരും ചേർന്ന് നടത്തും. ആവശ്യമായ തീരുമാനം എടുത്ത് ഗതാഗത യോഗ്യമാക്കും. പരിശോധനകൾ പലതും നടന്നെങ്കിലും ഭീകരമാണ് നിലവിലെ അവസ്ഥ. മനോജ് പയ്യന്നൂരിനൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.